അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേരുന്നതിനോടൊപ്പം തന്നെ ബാബയ്ക്ക് വിശേഷിച്ച് ഭോഗ് അർപ്പിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകുന്നു. സ്നേഹസ്മരണകൾ നൽകുന്നതിനോടൊപ്പം വിശേഷിച്ച് ഭട്ടിയിൽ വന്ന സഹോദരിമാരുടെയും ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. ഓർമ്മകൾ നൽകിയപ്പോൾ ബാബ വളരെ സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. ബാബ പറഞ്ഞു, കുട്ടി, ഡ്രാമയുടെ ചക്രം എപ്രകാരമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് കുട്ടികൾക്ക് അറിയില്ല. എന്നാൽ ബാബയ്ക്ക് അറിയാം. ആദി എങ്ങനെയായിരുന്നു, അന്തിമവും എങ്ങനെയായിരിക്കും. ഈ ഡ്രാമയുടെ ചക്രത്തിൽ ലോകത്തിലെ ആത്മാക്കളുമുണ്ട്, ബാബയുടെ ബ്രാഹ്മണരായ കുട്ടികളും ഉണ്ട്. ഓരോ കുട്ടിയും തങ്ങളുടെ സമയം അനുസരിച്ച് സേവനവും ചെയ്തുകൊണ്ടിരിക്കുന്നു, പുരുഷാർത്ഥവും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ അപ്രതീക്ഷിതം, എവർ റെഡി എന്ന ഏതൊരു സൂചനയാണോ ബാബ മുൻകൂട്ടി തന്നെ കുട്ടികൾക്ക് നൽകിയിരുന്നത്, ആ പാർട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ ഇന്ന് വിശേഷിച്ച് വന്ദന ബഹന്റെ ഓർമ്മകളുമായി വന്നിരിക്കുകയാണ്. ബാബ പറഞ്ഞു, അതിനാലാണ് ബാബ പറയുന്നത് അപ്രതീക്ഷിതം എന്ന പാർട്ടും സൃഷ്ടിചക്രത്തിലെ ലാസ്റ്റ് പാർട്ടും ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞു, ബ്രാഹ്മണരായ കുട്ടികൾ എപ്പോൾ മുതലാണോ ബാബയുടേതായി മാറുന്നത്, ആ നിമിഷം മുതൽ മാലയിലെ മുത്തായി മാറുന്നതിനുള്ള ബ്രാഹ്മണ കുട്ടികളുടെ പുരുഷാർത്ഥം ആരംഭിക്കുന്നു. കുട്ടികൾ ഏത് സമയം മുതൽ ബ്രാഹ്മണരായോ, ബാബയുടേതായോ, ബാബയുടെ തിരിച്ചറിവ് ലഭിക്കുകയും സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനം ലഭിക്കുകയും ചെയ്തുവോ, അതിന് ശേഷം മുതലുള്ള തൻ്റെ കുട്ടികളുടെ വിശേഷ പുരുഷാർത്ഥവും ചാർട്ടും ബാബ നോക്കുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ ഇങ്ങനെ കാണിച്ചു തന്നു, കുട്ടി, ലോകത്തിൽ ആരുടെയെങ്കിലും ശരീരത്തിൻ്റെ ചെക്കിംഗ് ചെയ്യുകയാണെങ്കിൽ മെഷീനിലൂടെയാണ് ആ ചെക്കിംഗ് ചെയ്യപ്പെടുന്നത്. ഇയാൾക്ക് എന്ത് രോഗമാണ്, എന്ത് പ്രയാസമാണ് ഉള്ളത് എന്ന് ബാബ പറഞ്ഞു. അതാണെങ്കിൽ സ്ഥൂലമായ കാര്യങ്ങളാണ്. എന്നാൽ ബാബയുടെ മുന്നിൽ എപ്പോഴാണോ ഏതെങ്കിലും പുത്രനോ ഏതെങ്കിലും പുത്രിയോ വരുന്നത്, വിശേഷിച്ച് അവരുടെ ജാതകം ബാബയുടെ അഥവാ ബാബ് ദാദയുടെ ദൃഷ്ടിയിൽ ഉണ്ട്. ഏത് നിമിഷം മുതലാണോ ബാബയുടേതായത്, ആദി മുതൽ അന്ത്യം വരെയുള്ളത് ബാബയുടെ മുന്നിൽ പൂർണ്ണമായും സ്പഷ്ടമാകുന്നു. ബാബ പറഞ്ഞു, കൃത്യമായി ഇതേ പ്രകാരം തന്നെയാണ് ഈ കുട്ടിയും അപ്രതീക്ഷിതം എന്ന കളിയിൽ, അപ്രതീക്ഷിതം എന്ന പാർട്ടിൽ വന്നിരിക്കുന്നത്. ബാബ വന്ദന ബഹനെ എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഏത് ആത്മാവിന് നിമിത്തമായുള്ള ഭോഗാണോ, ആ ആത്മാവിനെ ബാബ എമർജ് ചെയ്യണം എന്ന ഓർമ്മകളുടെ സങ്കല്പം ബാബയ്ക്ക് രാവിലെ തന്നെ നൽകുന്നു. അപ്പോൾ ബാബ എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ഈ കുട്ടിയോട് ചോദിക്കൂ, ഈ കുട്ടിക്ക് അറിയാമായിരുന്നോ എന്ന്. അപ്പോൾ ഞാൻ വന്ദന ബഹനോട് ചോദിച്ചു, വന്ദന ബഹൻ, താങ്കൾ ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും വേഗം വന്നു, താങ്കൾക്ക് എന്തെങ്കിലും അറിയാമായിരുന്നുവോ? അപ്പോൾ വന്ദന ബഹൻ പറഞ്ഞു, ഇങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. എന്നാൽ പൂർണ്ണമായും ഡ്രാമയിലെ എൻ്റെ പാർട്ട് ഇങ്ങനെ മാറുമെന്നോ, ബാബ അപ്രതീക്ഷിതം എവർ റെഡി എന്ന് ഏതൊന്നാണോ പറഞ്ഞിട്ടുള്ളത്, ആ പാർട്ട് എന്നിൽ
പ്രയോഗിക്കപ്പെടും എന്ന് എനിക്ക് അറിയാമായിരുന്നില്ല. ബാബ പറഞ്ഞു. അതിനാലാണ് ബാബ ഓരോ ബ്രാഹ്മണനായ കുട്ടിയെയും ഈ ലെസൺ ഉറപ്പിച്ചത്. എപ്പോൾ എന്ത് വേണമോ സംഭവിക്കാം. ഏതുപോലെ പ്രകൃതി അതിൻ്റെ കാര്യം ചെയ്യുന്നു. 5 തത്വങ്ങൾക്ക് അങ്ങനെയുള്ള നിശ്ചിത സമയമൊന്നുമില്ല. എപ്പോൾ വേണമോ അപ്രതീക്ഷിതമായി പ്രകൃതിയുടെയും പ്രകോപം ഉണ്ടാകുന്നു. ബാബ പറഞ്ഞു. അതിനാൽ ഈ ഡ്രാമയുടെ ലാസ്റ്റ് നിമിഷം ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ബാബയും ഈ ഡ്രാമയുടെ പാളത്തിൽ നിൽക്കുകയാണ്. ബാബയുടെ കുട്ടികളും അവിടെയുണ്ട്. എന്നാൽ ബാബയും സാക്ഷിയായി ഡ്രാമയുടെ ഈ ലാസ്റ്റ് സീനും കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ബാബ പറഞ്ഞു. ഈ കുട്ടിയുടെ ഭാഗ്യം ബാബ നോക്കുകയാണ്. ബാബയുടേതായി മാറിയതു മുതൽ ഈ കുട്ടി സേവനത്തിൽ തൽപരയായിരുന്നു. അതിനോടൊപ്പം തുടക്കം മുതലേ തന്നെ ബാബയുടെ ആജ്ഞാകാരിയും മുതിർന്നവരുടെ വിശ്വസ്തയായി സത്യതയോടെ ഓരോ പ്രകാരത്തിലും കുട്ടി സദാ മുതിർന്നവരോട് ജി ഹാജിർ, അതായത് ആജ്ഞ അനുസരിക്കുന്നതിൻ്റെ പാഠം പഠിച്ചുകൊണ്ട്, പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി. ബാബ പറഞ്ഞു. ഈ കുട്ടിയോടൊപ്പം വളരെയധികം ഉയർന്ന പുണ്യത്തിൻ്റെ കണക്ക് ഉണ്ട്. കാഴ്ചയിൽ ചെറുതായിരുന്നുവെങ്കിലും ഉള്ളിൽ ആത്മാവിൻ്റെ ആഴവും ആത്മാവിൻ്റെ പാർട്ടും ഈ കുട്ടി ഉള്ളിൽ നിന്നും വളരെയധികം റിയലൈസ് ചെയ്തിരുന്നു. ഉള്ളിലെ പുരുഷാർത്ഥം സദാ അതിയായ താല്പര്യത്തോടെ ചെയ്തിരുന്നു. ഇപ്രകാരം ബാബ കേൾപ്പിക്കുകയായിരുന്നു. ഇന്ന് വിശേഷിച്ച് കോളനിയിലെ ബനാറസി ഭായിയുടെയും ഭോഗ് ആയിരുന്നു. ബാബ ആ ഭായിയെയും വളരെ സ്നേഹപൂർവം എമർജ് ചെയ്തു. ബാബ പറഞ്ഞു. ഇങ്ങനെയുള്ള വിശേഷ ആത്മാക്കളുടെ ഓർമ്മകളും ഭോഗും വരുമ്പോൾ ബാബ ആ കുട്ടികളെ എമർജ് ചെയ്യുന്നു. ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ഈ വിശേഷ ആത്മാക്കളെ, നമ്മുടെ വന്ദന ബഹനെയും ബനാറസി ഭായിയെയും അവരോടൊപ്പം മറ്റ് ആത്മാക്കളും ഉണ്ടായിരുന്നു, അവരെയും ബാബ വളരെ സ്നേഹത്തോടെ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു. ബാബയുടെ പല കുട്ടികളും ബാബയുടെ വീട്ടിലെ മധുരവും ഭോഗും കഴിച്ചു തന്നെയാണ് വളർന്നത്. അവരിൽ ആ ശക്തിയും ആ ബലവും നിറയുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ബാബയ്ക്ക് സന്തോഷ് ദീദിയുടെയും ഓർമ്മകൾ നൽകി. ബാബ സന്തോഷ് ദീദിയെയും ഓർമ്മിച്ചു. ബാബ പറഞ്ഞു. ഈ കുട്ടി സദാ സേവാധാരിയായിരുന്നു, റൈറ്റ് ഹാൻഡും ആയിരുന്നു. ബാബ പറഞ്ഞു. ഈ ആത്മാവിനെയും വിശേഷിച്ച് പുതിയ സേവനത്തിന് വേണ്ടി ബാബ അയക്കുകയാണ്. കാരണം ബാബയ്ക്ക് ഇപ്പോൾ സമയമനുസരിച്ച് പുതിയ ലോകം സൃഷ്ടിക്കേണ്ടതുണ്ട്. സ്ഥാപനയുടെ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്മാക്കളുടെയും കുട്ടികളുടെയും ആവശ്യം ഉണ്ടല്ലോ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ എല്ലാവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.